നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫണ്ടിംഗ് കൃത്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ധനസമാഹരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഡൊണേറ്റ് ഫോർ ദേശ് എന്നുള്ള ഒരു യജ്ഞം തുടങ്ങിയത്. എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങി 48 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന് 2.81 കോടി രൂപ ലഭിക്കുകയും ചെയ്തു. 1,13,700-ലധികം പേരാണ് ആ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന നൽകിയത്. 80% സംഭാവനകളും ഇതിൽ UPA ഇടപാടിലൂടെ തന്നെയായിരുന്നു നടന്നത്. അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ 1 ലക്ഷം രൂപയിലധികം സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ ഒരു വിജയമാണ് ഈ ഡൊണേറ്റ് ഫോർ ദേശ് എന്നുള്ള കോൺഗ്രസിന്റെ ക്യാമ്പയിൻ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തർക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ചില വിവാദങ്ങൾ കൂടി അവിടെ കയറി പറ്റിയിരുന്നു. കാരണം ഈ കോൺഗ്രസിന്റെ ഫണ്ടിംഗ് ക്യാമ്പയിനായ ഡൊണേറ്റ് ഫോർ ദേശിൽ BJP-യിലേക്കുള്ള ചില ലിങ്കുകൾ ഉണ്ട് എന്ന തരത്തിലായിരുന്നു ആദ്യ ഘട്ടത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിന്റെ ഇതേ മാതൃകയിലുള്ള അല്ലെങ്കിൽ ഇതേ മുഖഛായയുള്ള മറ്റൊരു വെബ്സൈറ്റ് കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭാവന നൽകാം എന്ന് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവതരിപ്പിച്ച ഡൊണേറ്റ് ഫോർ ദേശ് എന്ന വെബ്സൈറ്റിന്റെ മുഖവും ഈ വ്യാജനും തമ്മിൽ തിരിച്ചറിയാൻ നന്നേ പാടുപെടേണ്ടി വരും. എന്തായാലും നിലവിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്രയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രത്യേക ലഘുലേഖ ഉൾപ്പെടെ പുറത്തിറക്കിയിരുന്നു. ഈ ലഘുലേഖയിൽ ഡൊണേറ്റ് ഫോർ ദേശ് വെബ്സൈറ്റിന്റെ QR കോഡും URL-ഉം എല്ലാം നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത് രണ്ടും തെറ്റാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൊണേറ്റ് ഫോർ ദേശ് ക്യാമ്പയിന്റെ ഔദ്യോഗിക URL എന്ന് പറയുന്നത് donateinc.in ആണ്. എന്നാൽ ലഘുലേഖയിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നതാകട്ടെ donateinc.co.in എന്നാണ്. ഇത് തന്നെയാണ് പ്രിന്റ് ചെയ്ത് നൽകിയിരിക്കുന്നതും. അതായത് ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ ഈ നൽകുന്ന സംഭാവന മറ്റേതോ ഇടത്തേക്കാണ് പോകുന്നത് എന്നർത്ഥം. കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മനഃപൂർവ്വം കബളിപ്പിക്കുന്ന ഒരു വ്യാജ വെബ്സൈറ്റ്, അതിനെതിരെ ഇതുവരെയും ഒരു ചെറുവിരൽ അനക്കാൻ പോലും രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അവരുടെ സൈബർ വിഭാഗമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാര്യമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തിയിട്ടില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുന്ന ഫണ്ട് അത് ഏതോ അജ്ഞാതരിലേക്കാണ് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും കോൺഗ്രസിന്റെ അതേ മുഖഛായയുള്ള അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഈ വെബ്സൈറ്റ് ഇത് ഇപ്പോഴും ആക്റ്റീവ് ആണ് എന്നുകൂടി പറയേണ്ടി വരും. കാര്യം ഉച്ചയ്ക്ക് ശേഷമാണ് OP ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തടക്കം ഈ വ്യാജനം കോൺഗ്രസിന്റെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്നെ സജീവമായി സൈബർ ഇടത്ത് നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.